നമസ്കാരം. അപ്പൊ ഇതെന്റെ സുഹൃത്ത് ഇത്തവണ വന്നിട്ട് ഒരുപാട് ക്ലാസ്മേറ്റ്സിനെ പരിചയപ്പെട്ടു. അതില് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ് മിസ്റ്റർ സലീൽ ഒലവക്കോട്ട് അല്ലെ. ഞാൻ പേര് അതിന് മറന്നിട്ടില്ല, ഒലവക്കോട്ട്. അപ്പോ ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു പ്രവൃത്തി നടത്തുകയാണ്. അതെന്താണെന്നുള്ളത് പുള്ളി തന്നെ പറയട്ടെ, ഞാൻ പറയുന്നേക്കാൾ. ഇത് മതിലകം വാട്ടർ ടാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ, അതേപോലെ പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ, അങ്ങനെ കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ഇതിന്റെ ടീച്ചേഴ്സ് ഉണ്ട്. ഒരു 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ്. പിന്നെ ഒരു 8-9 വർഷത്തോളം എക്സ്പീരിയൻസ് ശരണ്യ ഉണ്ട്. അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എന്താ പേര്? എന്റെ പേര് റംലത്ത്. ഇവിടെ 3 വർഷത്തോളായി ഇവിടെ തുടങ്ങിയിട്ട്. എന്ന് വെച്ചാല് നമ്മൾ പഠനത്തിന് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. ഇത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്, അതില് IQ കുറഞ്ഞ കുട്ടികളുണ്ട്, പിന്നെ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള കുട്ടികളും നമ്മളിവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നോർമൽ സ്റ്റുഡൻസ്, ലേണിംഗിൽ മാത്രം ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് നമ്മള് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന കോച്ചിങ്ങുകളായിട്ടാണ് കൊടുക്കുന്നത്. അത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മാത്സ് ഈ വിഷയങ്ങളാണ് കോച്ചിങ് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ, അവർക്കും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരെ ഹൈപ്പർ കുറച്ചുകൊണ്ടുവരെ അതിനനുസരിച്ചുള്ള പഠനത്തിലും അവർക്ക് കൂടുതൽ പ്രോഗ്രസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര നാളായിട്ട് ഇവിടെ 3 വർഷം. 3 വർഷമായി. എന്താണ് ടീച്ചറുടെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നതിന്? എന്ന് വെച്ചാൽ കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇപ്പൊ 20 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമ്പോ അതിനൊരു ആത്മസംതൃപ്തി കൂടുതലും. അതിനുപരി MR, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ഈ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോ അതിൻ്റെതായ ഒരു അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നുണ്ടാവും. എന്നുവെച്ചാൽ അവർക്ക് പുറത്തുനിന്ന് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അവര് ദൈനംദിന കാര്യങ്ങൾ പോലും ചില കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ അവർക്ക് പഠനത്തിന് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഇത് ചെയ്യാനായിട്ടുള്ള കുട്ടികൾ അങ്ങനെയും നമുക്ക് സാധിക്കുന്നുണ്ട്. അവർക്കൊരു അനുഗ്രഹം. ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണോ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ്. പറഞ്ഞാൽ കുട്ടികളെ ശരണ്യ ഓൺലൈൻ എന്താണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പഞ്ചായത്ത്? പിന്നെ ഞങ്ങളിപ്പം കുറെ വർഷങ്ങളായിട്ട് പിന്നെ ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ്? നമുക്ക് മെയിൻ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റാറില്ല. കുറച്ചു നേരം വരെ വിഷയങ്ങൾ പഠിപ്പിക്കും, ഇത് ആക്ടിവിറ്റീസ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യാറ്? ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ബോറിംഗ് ആവും. ഇവിടെ അറിഞ്ഞു വരുന്നവർക്ക് നല്ലതാണ്. ഇവിടെ വന്നിട്ട് 3 മാസം ഇവിടെ വന്ന് പഠിച്ചു പോയ കുട്ടീനാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ല. കുട്ടി നമ്മളായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് ഒരു കുട്ടിക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റില്ല, കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റില്ല. അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. നോർമലി ഇതിനെക്കാട്ടിയും കുറവായിരിക്കും ഈ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഇപ്പൊ നമ്മള് സാധാരണ സ്കൂളിൽ പോകാൻ മടിയായിരിക്കും. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് വരാറുണ്ട് ഇവിടെ വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ഇരുത്തി പഠിപ്പിക്കണേ ആക്ടിവിറ്റീസ്, അതൊരു ഗെയിംസ് അങ്ങനെയുള്ള സംഭവങ്ങളും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇമ്പ്രൂവ് എന്ന് വെച്ചാൽ നമ്മളെ ആക്ടിവിറ്റി നമ്മളെ കുറച്ച് സമയം പഠനത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ മൈൻഡ് മാറണമെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ആക്ടിവിറ്റീസ് കൊടുക്കും. അത് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമ്പോൾ പിന്നെ കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എഴുതാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് പ്രത്യേക ടൂൾ ഉപയോഗിച്ചിട്ട് എഴുതിക്കാം. പിന്നെ അവര് നമ്മളെ ടൂർ കൊണ്ടുപോകാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ ടൂർ കൊണ്ടുപോയതൊക്കെ അവർക്ക് താല്പര്യമുള്ള ചില കുട്ടികൾ ആനന്ദൊക്കെ നേരിട്ട് കാണാനോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളിൽ ടൂർ കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ട രീതി മുതൽ എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് ഒരു പഠിപ്പിച്ചോളൂ. പിന്നെ അത്രയും എനിക്കൊന്നും അതിനുള്ള എക്സ്പീരിയൻസ് അറിയാലോ. ഇതിന്റെ ഈ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ലൊക്കേഷൻ മതിലകം സെന്ററിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്കിന്റെ ഓപ്പോസിറ്റ് കാണുന്നുണ്ട്. നമ്മളിതിന്റെ ഫോൺ നമ്പർ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും സന്തോഷം.